ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനെ കൊണ്ട് പോകുന്നത് മാത്തൻ്റെ 3rd മന്തും 4th മന്തും ആ ഒരു ജേണിയാണ് പറയാനെ കൊണ്ട് പോകുന്നത്. ഓൾറെഡി ഞാൻ 1st 2nd അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3rd 4th ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനെ കൊണ്ട് പോകുന്നത്. 3.5 മാസത്തെ വാക്സിനേഷൻ കുഞ്ഞിന് 3-ാം മാസത്തിലാണ് കൊടുത്തത്. അപ്പം എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ എല്ലാ കുട്ടികളുടെ പോലെ തന്നെ കുഞ്ഞിനും പനിയായി. വാക്സിനേഷൻ കഴിഞ്ഞപ്പോൾ പനിയായി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു 5-6-7 ദിവസം കുഞ്ഞിന് അസ്വസ്ഥത, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയി. 3-ാം മാസത്തിലാണ് കുഞ്ഞ് അമ്മയെ, അതായത് കുഞ്ഞിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ എപ്പോഴും കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത്. അപ്പം കുഞ്ഞിൻ്റെ അമ്മേനെ ഐഡൻറ്റിഫൈ ചെയ്യാനെ കൊണ്ട് കുഞ്ഞ് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ കുഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് കുറേയേറെ സമയം നോക്കി നിൽക്കാനെ കൊണ്ട് ഒരു 3-ാം മാസം തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ നോക്കാനെ കൊണ്ടൊക്കെ കുഞ്ഞിങ്ങനെ ശ്രമിക്കും. എന്തെങ്കിലും ഇങ്ങനെ അടുത്ത് കാണുന്നത്, അതായത് ദൂരെ കാഴ്ച ആ ഒരു സമയത്ത് കുറവായിരിക്കും. അടുത്ത് കാണുന്ന വസ്തുക്കളൊക്കെ കുഞ്ഞിങ്ങനെ നോക്കും. ടോയ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ 3 മാസത്തിൽ അതൊക്കെ ചെയ്യും. അതുപോലെ എന്തെങ്കിലും സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നോക്കാനെ കൊണ്ടൊക്കെ ഒന്ന് ശ്രമിക്കും. ചെറിയ രീതിയിൽ എല്ലാം സ്റ്റാർട്ടിങ് മാത്രമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെയായോ അങ്ങനെയായോ, അങ്ങനെയല്ല. സ്റ്റാർട്ടിങ് അങ്ങനെ ചെയ്യുമെന്നേ പറയുള്ളൂ. പിന്നെ അതുപോലെ കുഞ്ഞിങ്ങനെ നമ്മൾ ടമ്മി ടൈം കൊടുക്കുമ്പോൾ കുഞ്ഞിങ്ങനെ കഴുത്തിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പൊക്കാനെ കൊണ്ട് ശ്രമിക്കുന്നത് 3-ാം മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മാത്തോട്ട് 3-ാം മാസത്തിൽ ചെയ്തത്. അതായത് 3-3.5 ആ ഒരു കാല അളവിൽ. 4-ാം മാസത്തിൽ കുഞ്ഞ് മാത്തൂട്ടിന് 4-ാം മാസത്തിൽ അങ്ങനെ ആശുപത്രി കേസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 4-ാം മാസത്തിൽ കുഞ്ഞ് അതായത് വീട്ടിലുള്ള ആൾക്കാരെ എല്ലാം നോക്കാനെ കൊണ്ടും ചിരിക്കാനെ കൊണ്ടും ഒക്കെ തുടങ്ങി. അതുപോലെ തന്നെ ഇപ്പം പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക. ഇപ്പം നമ്മൾ കുറേ നേരം ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു സമയത്ത് കുഞ്ഞ് നമ്മൾ ആ ഒരു കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടോയ്സ് എടുത്ത് മാറ്റിയെന്ന് വെച്ചോ, ആ സമയത്ത് പെട്ടെന്ന് കരയും. അങ്ങനത്തെ ഒരു സമയമാണ് കേട്ടോ 4-ാം മാസം. ഭയങ്കര 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 കുടുകുടാതെ ചിരിക്കുന്ന സമയമൊക്കെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ വയറിൻ്റെ അവിടേക്ക് ഇങ്ങനെ കുളു ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ചിരിയിരിക്കും. ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന സമയമാണ്. അതുപോലെ വീട്ടിലുള്ള എല്ലാവരെയും ഇങ്ങനെ നോക്കാനെ കൊണ്ട് കരുതിയിരിക്കാനെ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കമന്ന് വീഴാനെ കൊണ്ട് ശ്രമിക്കും. ചിലപ്പോൾ ഇങ്ങനെ പാതി ഇങ്ങനെ ചരിഞ്ഞു പോകും. ആ ഒരു സമയത്ത് 4-ാം മാസത്തിലെ മാത്തൂട്ടും ചെറുതായിട്ട് ഇങ്ങനെ കമന്ന് വീണായിരുന്നു. എന്നാലും ഒത്തിരി സമയം നമ്മൾ എപ്പോഴും കൂടെ വേണം. കാരണം ഇങ്ങനെ മൂക്കുമെല്ലാം ഇങ്ങനെ ഒത്തിരി സമയം ഇങ്ങനെ തല പൊക്കി വെക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പം കുഞ്ഞിനെ ഇടയ്ക്കൊന്ന് തല കമന്ന് വീട് ഒത്തിരി നേരം കിടക്കാതെ നമ്മളിങ്ങനെ നോർത്ത് കിടത്തണം. അങ്ങനെ സമയം. അതുപോലെ തന്നെ പിന്നെന്താ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കുഞ്ഞ് ഓരോ കാര്യത്തിനും കരച്ചിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ അതായത് വിശക്കുമ്പോൾ ഉള്ളൊരു കരച്ചിൽ, അപ്പിടുമ്പോൾ ഉള്ളൊരു കരച്ചിൽ, അതെല്ലാം വേറെ വേറെ ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മാത്തനാണെങ്കിൽ പുറത്ത് പോകാനെ കൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന് വണ്ടിയിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് നോക്കി ഇങ്ങനെ അവൻ ഇങ്ങനെ കുറേ സമയം ഇരിക്കാറുണ്ട്. യാത്രകൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്ക് ശാശ്വനും യാത്രകൾ ഇഷ്ടമാണ്. ചിലപ്പം അതുകൊണ്ടായിരിക്കാം കുഞ്ഞിന് വണ്ടിയിൽ കയറാനെ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ചില കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോത്തില്ല, ഇവനാണെങ്കിൽ ഉറങ്ങത്തില്ല, പെട്ടെന്ന് ഉറങ്ങത്തൊന്നുമില്ല. ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിങ്ങനെ കിടക്കുന്ന കാണാം. അത് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. കുഞ്ഞിനെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കുഞ്ഞിന് ഏറ്റവും ഇഷ്ടം ഒരു ടൈഗറിൻ്റെ ഒരു ടോയ് ഉണ്ട്. അതവന് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ അടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൈ എടുത്ത് ഇങ്ങനെ വെച്ചേക്കും. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതവനിങ്ങനെ എടുത്തിങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അതുപോലെ
പിന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ ആവത്തില്ല. ആ ഒരു മൈൽ സ്റ്റോൺസ് ഡെവലപ്മെൻറ്റ് ഒരുപോലെ ആവില്ല. പ്രായപൂർത്തി, അതായത് പ്രായം തികഞ്ഞ് പ്രസവിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് ചിലപ്പം ഈ ഓരോ കമഴ്ന്ന് വീഴുന്നതാണെങ്കിലും പല്ല് മുളയ്ക്കുന്നതാണെങ്കിലും എല്ലാം ചിലപ്പം കുറച്ച് താമസിച്ചായിരിക്കും, ചിലപ്പം കുറച്ച് നേരത്തെ ആയിരിക്കും. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ ഒരിക്കലും മറ്റൊരു കുഞ്ഞിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ കുഞ്ഞ് ആ ഒരു സമയത്ത് എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിന്ന് ഇരിക്കും, അത്രയേ ഉള്ളൂ. വെയിറ്റ് കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണാനെക്കൊണ്ട് ശ്രമിക്കണം. അതുപോലെ ഒരു 4-5 മാസമായിട്ടും തല ഉറയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണാനെക്കൊണ്ട് ശ്രമിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പറഞ്ഞല്ലോ ഇത് കരച്ചിൽ, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കരച്ചിൽ ഓരോ രീതിയിലായിരിക്കും. ആ ഒരു ടോൺ നമ്മൾ കുറേ ദിവസങ്ങളാകുമ്പോൾ ആ ഒരു ടോൺ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഒരു സമയത്ത് കരയുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുഞ്ഞിനെ വെച്ചിട്ടാണ് കരയുന്നത്, അങ്ങനെ മനസ്സിലാവും. പിന്നെ അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഫുള്ളായിട്ട് കാണാനൊക്കെ ശ്രമിക്കുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് വരാനൊക്കെ ഉണ്ട്, ഒരു മോട്ടിവേഷനൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ താങ്ക് യു, ബൈ.